അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തജ്വീദുൽ ഖുർആൻ, ഖുർആൻ പാരായണ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മഖ്റജുകളാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ പറഞ്ഞു. 5 പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ വരുന്നത്. തൊണ്ട, വായയുടെ ഉൾഭാഗം, നാവ്, 2 ചുണ്ടുകൾ, തരിമൂക്ക്. ഇതിൽ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ 6 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് വരുന്നത്. തൊണ്ടയിൽ 3 മഖ്റജുകളാണ് നമ്മൾ പറഞ്ഞു. 29 അക്ഷരങ്ങൾക്ക് 17 മഖ്റജ്, 17 സിഫത്തുകൾ. 17 മഖ്റജുകൾ, 17 സിഫത്തുകൾ. അപ്പോൾ ഈ 17 മഖ്റജിൽ തൊണ്ടയിൽ 3 മഖ്റജുകളാണുള്ളത്. ഒന്നാമത്തേത് അഖ്സൽ ഹൽഖ്, നെഞ്ചിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന തൊണ്ടയുടെ ഭാഗം. അതായത് നമ്മളിങ്ങനെ നേർക്കുനേരെ നിൽക്കുമ്പോൾ ഏറ്റവും താഴെ വരുന്ന ഭാഗം. അവിടെ നിന്ന് 2 അക്ഷരങ്ങൾ വരുന്നു, ഹംസ്, ഹാ. ഹംസയും ഹാവും നെഞ്ചിനോട് ചേർന്ന തൊണ്ടയുടെ ഏറ്റവും അടിയിലുള്ള ഭാഗത്തിൽ നിന്നാണ്, ആ സ്ഥലത്ത് നിന്നാണ് ഹംസയും ഹാവും വരുന്നത്. വസ്തൽ ഹൽഖ്, തൊണ്ടയുടെ നടുഭാഗം, അവിടെ നിന്നാണ് 2 അക്ഷരങ്ങൾ വരുന്നത്, ഐൻ, ഹ. ഐൻ, ഹ എന്നീ 2 അക്ഷരങ്ങൾ അത് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. പിന്നെ അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ വായോടടുത്ത ഭാഗം, അവിടെ നിന്ന് 2 അക്ഷരങ്ങളാണ് വരുന്നത്, ഗൈൻ, ഹ. ഗൈൻ, ഹ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏറ്റവും താഴെ നിന്ന് വരുന്നത് ഹംസയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറെ സ്ഥലത്ത് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും തൊട്ട് മുകളിൽ നിന്നാണ് ഹ വരുന്നത്. അ ഹ എന്ന് പറഞ്ഞു നോക്കുക. അ ഹ. ഹാഇൻ്റെ മുകളിൽ നിന്ന്, അതായത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഐന് വരുന്നത്. ആ ഐനിൻ്റെ നേരെ മുകളിൽ നിന്നാണ് ഹ വരുന്നത്, ഐൻ, ഹ. പിന്നെ തൊണ്ടയുടെ 3ാമത്തെ മഖ്റജ്, അത് വായയുടെ അടുത്ത ഭാഗം, അദ്നൽ ഹൽഖ, അവിടെ നിന്നാണ് ഗൈൻ, ഹ. അവിടെ ഗൈൻ എന്നതിന് ശേഷമാണ്, അതിൻ്റെ കുറച്ചുകൂടെ മുകളിലാണ് ഹ വരുന്നത്, ഗൈൻ, ഹ. ഇതാണ് അക്ഷരങ്ങളുടെ ക്രമം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അ എന്ന അക്ഷരം, അ എന്ന് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഈ തൊണ്ടയുടെ ഏറ്റവും അടിയിലെ ഭാഗത്ത് നിന്നാണ്. അ അവിടെ നിന്ന് തന്നെ ഉച്ചരിക്കണം, അപ്പോഴേ അത് ഹംസയാവുകയുള്ളൂ. ആ ഉച്ചാരണത്തിൻ്റെ സ്ഥലം നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ അക്ഷരം അതിൻ്റെ ശരിയായ രൂപത്തിൽ പുറത്തു വരിക. ഹംസക്ക് പ്രധാനമായി 5 സിഫത്തുകളാണ് ഉള്ളത്. 5 സിഫത്തുകളാണ് ഹംസക്കുള്ളത്. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് അൽ ജഹർ, അതായത് അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകാത്തത്. ഇൻഹിബാസു ജർഇ നഫസ് ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായു, കാറ്റ് പുറത്തേക്ക്, അല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് പോകാതെ നിൽക്കുക, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഈ ഒരു സിഫത്ത് കൊണ്ടാണ് ഹംസയും ഹാവും തമ്മിൽ വ്യത്യാസം വരുന്നത്. അ, ഹ രണ്ടും ഒരേ സ്ഥലത്തെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് വ്യത്യാസം വരുന്നത്, അ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വരുന്നില്ല, കാറ്റ് പുറത്തേക്ക് വരുന്നില്ല. ഹ എന്ന് പറയുമ്പോൾ, അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഹ എന്ന് പറയുമ്പോൾ കാറ്റ് നന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹംസ പറയുമ്പോൾ തീരെ കാറ്റ് പുറത്തേക്ക് വരില്ല, അ. അപ്പോൾ ഒന്നാമത്തെ വിശേഷണം അൽ ജഹ്റു. രണ്ടാമത്തേത് ഷിദ്ദത്താണ്. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇൻഹിബാസു ജർഇ സൗതി മഅൽ ഹർഫ്, അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാത്തത്. അ എന്ന അക്ഷരം അത് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതേസമയത്ത് വേറെ ചില അക്ഷരങ്ങൾ അത് നമുക്ക് ഇഷ്ടം പോലെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ഉദാഹരണമായി ചില അക്ഷരങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഹ, ഉണ്ടോ? ആ ഹ എന്ന അക്ഷരം അത് നമുക്ക് കുറേ നീട്ടാൻ പറ്റും. അതുപോലെ ഷീന്, ഉണ്ടോ? അപ്പം ഇതുപോലെ ശബ്ദം നീളുന്ന അക്ഷരങ്ങളുണ്ട്, ശബ്ദം നീളാത്ത അക്ഷരവുമുണ്ട്. അപ്പോൾ നമ്മൾ അലിഫ് ഹംസ പറയുമ്പോൾ ഒരിക്കലും ശബ്ദം നീളുന്നില്ല. ഇനി നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള മറ്റൊന്നാണ്
ഈ ഹംസയുടെ വിശേഷണം ഇസ്തിഫാൽ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇസ്തിഫാൽ. അതായത് ഇൻഹിതാത്തുൽ ലിസാനി ഇൻദൽ ഖുറൂജി ഇൻദ ഖുറൂജിൽ ഹർഫ് ഇല ഖാഇൽ ഫം. അത് നമ്മൾ ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുകയില്ല, താഴുകയാണ് ചെയ്യുക. അത് ഇതിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന വിശേഷണം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാവുക. അതായത് ഇസ്തിഫാലിൻ്റെ ഓപ്പോസിറ്റ് ഇസ്തിഅല ആണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ മുഴപ്പിച്ച് ഉച്ചരിക്കുക, മുഴക്കി ഉച്ചരിക്കുക, കനപ്പിച്ച് ഉച്ചരിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഹുസ്സ ലിഗ്തിൻ ഖിൽ, ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ ഒന്ന് വലുതാക്കി ഉച്ചരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഹോ, സോ, ലോ, റോ, ഖോ, ലോ ഉണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഒരു വലുതായി നമ്മൾ അത് ഉച്ചരിക്കുന്ന സമയത്ത് നാവ് മേലെ അണ്ണാക്കിലേക്ക് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട്. അങ്ങനെ പൊങ്ങുന്ന അക്ഷരം അതിനാണ് ഇസ്തിഅല എന്ന് പറയാം. എന്നാൽ ഹംസ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളിൽ പെട്ടതല്ല, ഇസ്തിഫാലാണ് ഹംസയുടെ വിശേഷണം. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹംസയെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഹംസ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളോട് കൂടെ വരുമ്പോൾ ചിലപ്പോൾ നാം അത് വലുതാക്കി ഉച്ചരിച്ചു പോകും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായി നമ്മളിപ്പോ അല്ലാഹു എന്ന് പറയാൻ പാടില്ല. അല്ലാഹു, അല്ലാഹു, അല്ലാലിമീന എന്ന് വായിക്കാൻ പാടില്ല. അല്ലാലിമീന. അഖർതനി എന്ന് വായിക്കരുത്. അഖർതനി, അഖർതനി. അതുപോലെ അസ്ദഖു എന്ന് വായിക്കരുത്. അസ്ദഖു, അസ്ദഖു. അദല്ലു, അദല്ലു എന്ന് വായിക്കരുത്. അദൽ, അദൽ. ആ എപ്പോഴും ഓ എന്ന് ഉച്ചരിക്കരുത്. ചെറുതായിട്ട് ഒന്ന് ചരിച്ചുകൊണ്ടാണ് വായിക്കേണ്ടത്. തർക്കീഖാണ്, എപ്പോഴും തർക്കീഖായിട്ടാണ് ഹംസ വരിക. മുഫഹമായിട്ട് വലുതായി ഉച്ചരിക്കുന്ന രൂപത്തിൽ നമ്മൾ ഹംസ ഒരിക്കലും ഉച്ചരിക്കരുത്. അതുപോലെ ഹംസയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രണ്ട് ഹംസ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഹംസ ചിലപ്പോൾ ഒരു ആയും യായും അല്ലാത്തൊരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ യാ ആയിട്ടൊക്കെ ഉച്ചരിച്ചു പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് രണ്ട് ഹംസ വരുമ്പോൾ ആ രണ്ട് ഹംസയും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ അഅൻദർതഹും, അഅൻദർതഹും എന്ന് പറയാൻ പാടില്ല. രണ്ടും അങ്ങനെ തന്നെ പറയണം. അഅൻദർതഹും. അഉൻസില, ഔൻസില എന്ന് വായിക്കരുത്. അഉൻസില, അഇന്നക, അഇന്നകും. ഇങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ രണ്ട് ഹംസയും നന്നായിട്ട് തന്നെ നമ്മൾ പറയണം. എന്നാൽ മഹാനായ ഇമാം ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്ത് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇമാം ഹഫ്സ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഒരു ഖാരിയിൽ നിന്ന് കേട്ട് തന്നെ പഠിക്കണം, അല്ലാതെ വായിച്ച് മനസ്സിലാക്കാനുള്ളതല്ല എന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഹഫ്സ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ രണ്ട് ഹംസ വന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്തുകൊണ്ട്, അതായത് രണ്ടും ഒരേപോലെ പറയാതെ ഒരു ഒരു ആയുമല്ല യാവുമല്ല എന്നുള്ളതിൻ്റെ ആ അല്ലാത്തൊരു ഇടയിലുള്ള ഒരു ശബ്ദത്തിലാണ് ആ വാക്ക് വായിച്ചത്. സൂറത്ത് ഫുസ്സിലത്തിലാണ് അതുള്ളത്. അഅ്ജമിയുൻ, അഅ്ജമിയുൻ എന്ന് വായിക്കൂല, അവിടെ വായിക്കേണ്ടത് അഅ്ജമി. അതുപോലെ ഹംസ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖൽഖലത്തിന്റെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല ഹംസ എന്ന് പറയുന്നത്. അത് മുറിച്ചു പറയേണ്ട അക്ഷരം അല്ല. മറിച്ച് അസ്സുഫഹ അവസാനം വരുമ്പോൾ നമ്മൾ അസ്സുഫഹ എന്ന് മുറിച്ച് പറയരുത്. അസ്സുഫഹ മൻ നശാ ഇദാ ശാ, അവിടെ കണ്ടോ, ഇദാ ശാ മൻ നശാ എന്ന് മുറിച്ച് പറയാൻ പാടില്ല. അതുപോലെ അതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് വലിയ കനത്തിലും പറയാൻ പാടില്ല. ഇങ്ങനെ ഹംസയിൽ വരുന്ന പിഴവുകൾ നമ്മൾ, മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില സ്ഥലത്ത് ഹംസ നീട്ടി വായിക്കേണ്ടതുണ്ടാകും, ചിലപ്പോൾ നീട്ടാതെ വായിക്കേണ്ടതുണ്ടാകും.
അപ്പം അത് ചിലപ്പോൾ അറബി ഭാഷ നമ്മൾ നന്നായി പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപക്ഷെ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടി ഖുർആന്റെ ലിപിയിൽ എഴുത്തിൽ ഒരു പ്രത്യേക രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ ലാം അലിഫ് വരുമ്പോൾ അവിടെ ലാം അലിഫിന്റെ ആ അലിഫിന്റെ മുകളിലാണ് ഹംസ എഴുതിയിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ നീട്ടാതെയാണ് വായിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ലഅത്തഖിദന്ന അവിടെ ഉണ്ട് ല എന്ന് പറയുമ്പോൾ ആ ഹംസ എഴുതിയിരിക്കുന്നത് അലിഫിന്റെ നേരെ മുകളിലാണ്. അതേ സമയത്ത് നീട്ടി വായിക്കേണ്ടതാണെങ്കിൽ ആ നീട്ടേണ്ട സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് അവിടെ ആ ഹംസ എഴുതിയിരിക്കുന്നത് അലിഫിന്റെ നേരെ മുകളിലല്ല, അലിഫിന്റെ തൊട്ട് മുമ്പാണ്. അപ്പം അതുകൊണ്ട് അവിടെ 2 അലിഫ് എഴുതുന്നതിന് പകരം 1 അലിഫ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഹംസ നീട്ടേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ അലിഫിന്റെ മുമ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മുമ്പ് എഴുതിയാൽ നീട്ടണം, അതേസമയത്ത് അലിഫിന്റെ നേരെ മുകളിലാണ് എഴുതിയതെങ്കിൽ ഹംസ നീട്ടേണ്ടതില്ല.